ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ആലപ്പുഴ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വേറാണൽ ചടങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടിട്ട് രണ്ടാമത്തെ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മളിതാ ഫോട്ടോ സെഷനും പുളി കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ അവരെ പുറത്തുതന്നെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല അടിപൊളി ആലപ്പുഴ സ്റ്റൈല് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പോലത്തെ ചെറിയ അരിയല്ല, നമ്മളത് കുഞ്ഞ അരിയാണ് ബിരിയാണിക്ക് നേരിയ അരി എന്ന് പറയും, കൈമ റൈസ്. അപ്പോൾ ഇവരത് കുറച്ചും കൂടി നീളമുള്ള അരിയാണ്. ബാക്കി ടേസ്റ്റും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടെ സാദാ ചോറ് വേണ്ടുന്നവർക്ക് സാദാ ചോറും വറവും കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് അവർ നമ്മൾ കൊണ്ടുപോയ അച്ചുമപ്പവും പണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും നല്ല ഉറക്കമായി. യാത്ര കഴിഞ്ഞ് വന്ന് റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. മക്കളും ഉപ്പയും ഉമ്മയും എല്ലാവരും നല്ലോണം ഉറങ്ങുന്ന ടൈം. ഫൈസൽ കോർണ നമുക്കൊന്ന് സൽമാൻ്റെ ബ്രദറിൻ്റെ സ്കൂട്ടി എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലപ്പുഴ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാമെന്നുള്ള അങ്ങനെ തോട്ടിൽ നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവിടെ മുല്ലക്കൽ ചെറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിവിടുത്തെ നിലാമുറ്റത്തെ പ്രോഗ്രാമൊക്കെ പോലെ 10 ദിവസം തന്നെ ഉള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ചന്തയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ചന്ത എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളും അതിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പൊരി, അലുവ, കരിമ്പ് അങ്ങനത്തത്, പിന്നെ കുറേ ഫാൻസി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ട ടോയ്സ് കാര്യങ്ങളൊക്കെ ഇതുപോലെ സൈഡിലിങ്ങനെ ചെറിയ ചെറിയ കടകളെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചന്തയിലെല്ലാം ആൾക്കാർ വരണ്ടെങ്കിൽ രാത്രി ആവണമെന്ന് അവർ പറഞ്ഞത്. രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്താലാണ് ആൾക്കാർ ഇവിടെ റോഡിലേക്ക് ഇറങ്ങും. ആ ടൈമിൽ ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാനും വരാനൊന്നും കഴിയില്ല അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വീട് വരുന്നത് ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് വന്നാൽ ഇവിടെ ചെറുപ്പിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, ചന്തയും കാര്യങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളോട്ടേക്ക് പോയാലാണ് നമുക്ക് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഒക്കെ കാണാൻ പറ്റുക. നമ്മളവിടെ നിന്ന് കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ നമ്മളിതാ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബോട്ട് വരുവും പോവുകയെല്ലാം ചെയ്യുന്ന ബോട്ടിൻ്റെ കായലിൻ്റെ സൈഡിൽ നമ്മളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. സൈഡിൽ ബിൽഡിങ്ങും നടുക്ക് കായലും, അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും റോഡാണ്, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നടുക്ക് ഇങ്ങനെ കായലായിട്ട് അതിലൂടെ ബോട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് നല്ല പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് നല്ലൊരു കാണുമ്പോൾ നല്ല ഇതുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് വലിയ പുതുമയുണ്ടെന്നറിയില്ല, നമുക്ക് നല്ലൊരു വണ്ടറായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ ആൾക്കാർ സൈഡിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിന്, വാ വാ കയറാ ബോട്ടിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളങ്ങനെ അവരോട് അന്വേഷിച്ച് നമ്മളെ ഫാമിലീസിലെല്ലാവരെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ പോയത്. അപ്പോൾ അവർ 5 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് എത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി ഒന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റിലും കൂടി പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടത്തേക്ക് പോക്കാണ്.
എന്തായാലും നമ്മളിങ്ങനെ ഇറങ്ങിയതിന് മുതലായിട്ടുണ്ട് ഒരുപാട് നല്ല കാഴ്ചകൾ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിന് ആലപ്പുഴയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റമദ ഹോട്ടലാണ് നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഒലീവിയ, ഇത് രണ്ടും നല്ല ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ്. റമദ ഹോട്ടൽ അധികർക്ക് അറിയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ കായലിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ റോഡൊക്കെ വരുന്നത്. നമ്മൾ ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയത് ഇങ്ങനത്തെ റോഡിലൂടെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ വെയിലൊന്നും ഇല്ലാണ്ട് നല്ല രസമുണ്ടായിന് ഇങ്ങനെ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ വന്നതിന് മുതലായിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് അവരെ കൂട്ടിയിട്ട് ബോട്ടിങ്ങിന് വരാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ബ്രദറിൻ്റെ വൈഫും ഇല്ല. ഓളിപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അടുത്തേക്ക് പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിന്. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്ക് അവരെത്തിയേ. 5 മണിക്ക് കയറിയിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ബോട്ടിങ് ക്ലോസ് ചെയ്യും അവർ. പിന്നെ അതിന് ശേഷം പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ആ പ്ലാനിങ് നടന്നിട്ടില്ല. പിന്നെ നമ്മളിതാ ബീച്ചിൽ പോയിട്ട് ജസ്റ്റ് ഒരു കേക്കും കട്ട് ചെയ്ത് മോം ടു ബി ഡാഡ് ടു ബി അങ്ങനെ ചെറിയൊരു ഫങ്ഷൻ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ എല്ലാവരും ഫാമിലി മൊത്തം, പിന്നെ അവളെ ഫാമിലിയിൽ നിന്ന് കുറച്ച് കസിൻസും അവളെ ഇത്താത്തയൊക്കെ ചേർന്നിട്ട് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി ബീച്ചിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് ബീച്ചിലെ വിശേഷങ്ങളും കേക്ക് കട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.